ഹലോ ഗൈസ്, വെൽക്കം ടു അൺറട്ടോസ് ബ്ലോഗ്. സുഖം നിങ്ങൾക്ക് എല്ലാവർക്കും. പിന്നില്ലേ, ഇന്ന് ഞാൻ ബാഗ് പാക്കിങ് ചെയ്യാൻ പോകട്ടോ. നാളെ ക്യാമ്പിന് പോകും. വേണ്ട, ഞാൻ പോവാം. അമ്മ കേട്ടോ എന്നോട് കോഴി ഫാമിലേക്ക് വേസ്റ്റ് കൊണ്ടു കൊടുക്കാൻ പറയാം. അപ്പം ഞാൻ അത് കൊടുത്തു വരാം. എന്നിട്ട് ഞാൻ ബാഗ് പാക്കിങ് ചെയ്യാട്ടോ. അപ്പം ഗൈസ്, ഞാൻ വേസ്റ്റ് കൊണ്ടു കൊടുത്തേ. എൻ്റെ റൂമിലെ ഇപ്പോൾ പോലെ എന്തോ മല്ല. ഞാൻ സാധനങ്ങളൊക്കെ നന്നായിട്ട് പരത്തി വെച്ചിരിക്കാം. ഞാൻ കാണിച്ചു തരാം. എന്താ പറയുക, ഇന്നലെ കുറേ സാധനം പുറത്ത് വെച്ച് പിന്നെ അങ്ങനെ ബാഗിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുത്ത് അങ്ങനെ എല്ലായിടത്തും ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകണേന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ ടേബിള് കണ്ട് നിറഞ്ഞെടുക്കുക. ഒക്കെ അവിടെ ഇവിടേക്ക് വെച്ചിട്ട് എന്താ കുറേ ഡ്രസ്സ് ഇതും കുറേ ഡ്രസ്സ് അവിടെ. എന്തായാലും ഒക്കെ വെക്കാൻ പോട്ടെ ബാഗിൽ. ഇതാട്ടോ ബാഗ്, വലിയൊരു ബാഗ്. ഇത് ഞാൻ ഇതിന് വേണ്ടി വാങ്ങിയതന്നെ. പക്ഷെ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോ കൊണ്ടുപോയിട്ട് നല്ല വെയിറ്റ് ഉള്ള സാധനം വെച്ചപ്പോ ഇത് പറഞ്ഞ് പോന്നു, കീറിപ്പോയി. അങ്ങനെ ഇത് ഞാനിപ്പൊ തുന്നിയതാ. സൂചി കുത്തിപ്പോയി കയ്യില്. ഇതിലേക്കാണ് സാധനങ്ങളൊക്കെ വെക്കുക. 2 ബാഗ് കൊണ്ടുപോകണ്ടേ സാധനങ്ങൾ. കുറെ സാധനം എന്നാലും മടക്കി വെച്ചു. അതൊക്കെ പിന്നെ അവിടെ വെച്ചപ്പോ അവിടെ ഇവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. ഇത് ഞാൻ 4 വാങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, 14 ദിവസം അവിടുന്ന് കുളിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ കുറച്ച് എക്സ്ട്രാ ഡ്രസ് ഉണ്ടെങ്കിൽ അത് വെക്കാറ്. ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല പാകമാണോ അല്ലെന്ന്. ഇത് ടീഷർട്ട് 2 എണ്ണം 3 എണ്ണം അല്ല 4 എണ്ണം. ഇന്ത്യക്കാട്ടി വലിയ ടീഷർട്ടാണ്. ഞാൻ സ്മോളാണ് ഓർഡർ ചെയ്തത്, പക്ഷെ വന്നത് എക്സൽ. കുഴപ്പമില്ല. ഇങ്ങനെ ചെറുതാക്കി വെച്ചാൽ കുറെ സാധനം കൊള്ളും. ഞാൻ എന്തായാലും ഇതൊക്കെ മടക്കി വെച്ചിട്ട് ഞാൻ വരാം. കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ബാഗിൽ വെച്ചിട്ട് എന്നിട്ട് ഞാൻ വരാം. ഞാനില്ലേ സിവിൽ ഡ്രസ്സ് ഈ ടീഷർട്ടൊക്കെ എടുക്കുന്നത് എന്താ പറയുക, ബറ്റാലിയനിക്കല്ലേ പോണത് ഞമ്മള്. അപ്പോൾ കുറച്ച് നല്ല ഡ്രസ്സ് എടുക്കണ്ടേ. അപ്പോൾ ഈ ടീഷർട്ടും 2 ടീഷർട്ടും 1 ജീൻസ് എടുക്കുക, 3 സിവിൽ ഡ്രസ്സ് എടുക്കുക. ഇനി ചലിച്ചു. അപ്പൊ ഫസ്റ്റ് അത് വെക്കാം, ലാസ്റ്റ് അങ്ങോട്ട് കേട്ടോ. ഈ ജീൻസ് ആട്ടോ ഞാൻ എടുക്കുന്ന വൈറ്റ്. പിന്നെ ഒരു ടീഷർട്ട് കൂടി. ഇല്ല, അമ്മേൻ്റെ നോക്കിയൊക്കെ. ഒരു ഈ ടീഷർട്ടാണ് ഞാൻ എടുക്കുന്നത്. ചെറുതാക്കി വെക്കാൻ പറ്റും ഇതൊക്കെ.
നോക്കാം. അപ്പൊ ഞാൻ ഈ ബാക്കിയുള്ള സാധനങ്ങൾ എണ്ണ വെക്കട്ടെ കേട്ടോ. അപ്പം ഗൈസ്, ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ ഞാൻ കാണിച്ചിട്ടോ. ഞാൻ ഒരു ബാഗ് ഉണ്ടാവുള്ളൂ എന്നാട്ടോ വിചാരിച്ചേ, പക്ഷേ 2 ബാഗ് ഉണ്ട്. ഞാൻ കാണിച്ചതേ ഇതാട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് ഈ ബാഗ്. ഇത് പിന്നെ കുഴപ്പമില്ല, വെയിറ്റ് ഇല്ല. പക്ഷെ ഇത് നല്ല വെയിറ്റ് ഉണ്ടേ. പൊന്തിച്ച് കാണിച്ചത് ഞാൻ കണ്ടില്ല ഗൈസ്, നല്ല വെയിറ്റ് ഉണ്ട് എൻ്റെ ബാഗ്. എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ കൊണ്ടുപോകാമെന്ന്. ഒക്കെ സാധനങ്ങൾ എടുത്ത് വെച്ചത്, പക്ഷേ കൊണ്ടുപോകേണ്ട എങ്ങനെയാണെന്നറിയില്ല. 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ, ഇതൊക്കെ വേഗം നിൽക്കാൻ തുടങ്ങി. അതിൽ 2 ബാഗുണ്ട്. അധികം കേട്ടോ, കുറച്ച് സാധനമുള്ളൂ, പക്ഷേ ഒക്കെ വെയിറ്റുള്ള സാധനങ്ങളാണ്. PT ഷൂ ഉണ്ട്, ചെരുപ്പുണ്ട്, പിന്നെ കോളറുള്ള ടീഷർട്ട് വേണം 4 പിന്നെ ട്രാക്ക്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഒക്കെ യൂസ് ചെയ്യുമെന്നറിയില്ല. ചിലവർ പറയുന്നുണ്ട് 10 ദിവസമുള്ളൂ, ചിലവർ 14 ദിവസമുള്ളൂ. അപ്പോൾ എന്താണെന്ന് നമുക്ക് അവിടെ പോയിട്ട് അറിയും. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് അറിയില്ല ഞാൻ എങ്ങനെ നിൽക്കുക അവിടെ. ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട് കേട്ടോ, പക്ഷെ എന്നാലും എനിവേ പോയി പറ്റും അല്ലേ. അപ്പോൾ നാളെ എനിക്ക് 3:30 ആകുമ്പോൾ എണീക്കേണ്ടി വരും. കാരണം 5:15 ബസ് സ്റ്റോപ്പിലെത്തണം. അപ്പം 5 മണിക്ക് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് 3:30 എണീച്ചാലേ വഴിക്ക് റെഡിയായി കഴിയുള്ളൂ. എനിക്ക് യൂണിഫോമൊക്കെ ഇടാണ്ട്, അതുകൊണ്ട് ടൈം എടുക്കും. മുടി കെട്ടണം, അപ്പോൾ എന്തായാലും കുറേ ടൈം എടുക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുക്കും നമ്മൾ മാറ്റി കഴിയുമ്പോഴേക്കും. പിന്നെ ചിലപ്പോൾ സൗണ്ട് കുറവാകും എൻ്റെ, എന്താ അറിയോ, എല്ലാവരും ഉറങ്ങാം. അതുകൊണ്ട് പിന്നില്ലേ, ഇനി കുറച്ച് ദിവസത്തിന് വീഡിയോ മേ ബി പെൻഡിങ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നും വിചാരിക്കാതെ, ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാകും വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യാത്തത് കേട്ടോ. അധികമില്ല, ഒരു 14 ദിവസം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ടൈമായി തുടങ്ങും. നിങ്ങൾക്ക് എന്നും എൻ്റെ വീഡിയോസ് കാണാൻ കിട്ടും. എന്തായാലും ഞാൻ ശ്രമിക്കേണ്ടത് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. അവിടെ നിന്ന് എടുക്കാൻ പറ്റുമെന്നറിയില്ല. NCCയിൽ നിന്നൊന്നും ഫോൺ യൂസ് ചെയ്യാൻ അലോ അല്ല. അപ്പോൾ കിട്ടുന്ന ടൈം ഞാൻ മാക്സിമം വീഡിയോസ് എടുക്കാൻ നോക്കാം. അടുത്ത ചെറിയ ചെറിയ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് തരണ്ടേ. എങ്ങനെയാണെന്നറിയില്ല, ഫസ്റ്റ് ടൈമാണ്. CATC ക്യാമ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ ഓൾ ദി ബെസ്റ്റ് പറയണേ. അവിടുന്ന് ചാവാനുള്ള പണിഷ്മെൻ്റൊക്കെ വാങ്ങിയിട്ട് എന്തായാലും അറിയില്ല, എനിക്ക് കൊല്ലത്തിലാണ് പോകണേ, ഏത് കൊല്ലത്തിലാണ് വരികയെന്ന് ഒന്നും അറിയില്ല. എന്തായാലും നല്ല കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോവാം. എന്നാൽ പിന്നെ സങ്കടം ഉണ്ടാവില്ല. സംഭവം കുറേ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടൂല എന്ന് വിചാരിച്ച് പോയിട്ട് കിട്ടിയാൽ ഭയങ്കര സങ്കടം ഉണ്ടാവും. അപ്പം നല്ല പണിഷ്മെൻറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോവാം, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. എന്തായാലും ലേറ്റാണ്, 11 മണിയായി ഉറങ്ങാൻ. എന്തായാലും ഞാൻ ഇന്നാണ് പാക്കിങ്ങൊക്കെ ചെയ്തത്, അയണൊക്കെ ചെയ്ത് ഇന്നാണ്. ഇപ്പോൾ രാത്രി കേട്ടോ, എന്തൊക്കെയോ എടുത്തത്, എന്തൊക്കെയോ മറന്നൊന്നും അറിയില്ല, മറന്നുണ്ടാവില്ല. എന്തായാലും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പോയി ഉറങ്ങട്ടെ കേട്ടോ. നമുക്ക് ഇനി നാളെ കാണാം. നാളെ ഒരു വീഡിയോ ആക്കും മിസ് പോണത്, പിന്നെ അറിയില്ല എന്താ അവസ്ഥ. അപ്പം എനിക്ക് ഉറക്കാൻ പറ്റില്ല. എന്താ പറയുക, 11 മണിയായില്ലേ, 3:30 എണീക്കും. അപ്പോൾ കുറച്ച് നേരം ഉറക്കം കിട്ടും. പിന്നെ അവിടെ പോയി ഉറക്കം പോകാനുള്ളതാണ്, അത് വേറെ വിഷയം. ഉറങ്ങാൻ കഴിയില്ല, കുളിക്കാൻ കഴിയില്ല. ആകെ ഒരു സമാധാനം എന്താ, നല്ല ഫുഡ് കിട്ടുമെന്നാണ് പറയുന്നത് എല്ലാവരും. അങ്ങനെ
കേട്ടത് നല്ല ഫുഡാ ഉണ്ടാവാന്ന്, ബിരിയാണി മന്തി അതെനിക്ക് ആ ഒരു സന്തോഷമുണ്ട്. അപ്പം എന്തായാലും നോക്കാം. അപ്പം അപ്പോൾ ഞാൻ പോയി കിടക്ക കേട്ടോ. ഈ നിങ്ങൾക്ക് കുറച്ച് ദിവസം അമ്മേനെ കാണാൻ കഴിയൂല, അച്ഛൻ്റെ വീഡിയോസ് അമ്മേൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടില്ല. ഇനി കുറച്ച് ദിവസം എന്തായാലും വന്നിട്ട് പിന്നെയും തുടങ്ങും പഴയ മതി. എന്നാൽ ഞാൻ പോയി ഉറങ്ങട്ടെ കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പിന്നെ നിങ്ങളെല്ലാവരും ഓൾ ദി ബെസ്റ്റ് പറയണേ എന്തായാലും കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗൈസ് ബൈ ബൈ.